കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള മൂന്നാം ഘട്ട തിരച്ചിൽ തുടരുകയാണ്. ഗംഗാവാലി പുഴയിൽ നിന്ന് ലോഹഭാഗം കണ്ടെത്തി. എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന കൂളിംഗ് ഫാനാണ് കണ്ടെത്തിയത്. നാവികസേന ഗംഗാവാലി പുഴയിൽ മാർക്ക് ചെയ്ത CP4 എന്ന പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇന്നും തിരച്ചിൽ നടക്കുന്നത്. വിവരങ്ങളുമായി ദസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദസ്ന, ഈ CP4 എന്ന പോയിന്റ് കേന്ദ്രീകരിച്ച് നടക്കുന്ന തിരച്ചിലിൽ ഒരു ലോഹഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് അർജുന്റെ ലോറിയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം എന്തെങ്കിലും കിട്ടിയതായി സൂചനകൾ ഉണ്ടോ? ഒപ്പം തന്നെ ഈശ്വർ മാൽപേ ഈ ഡ്രജർ കമ്പനി സഹകരിക്കുന്നില്ല എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചിരുന്നില്ല. അതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ നാവികസേന പുഴയിൽ മാർക്ക് ചെയ്ത് നൽകിയ CP4 എന്ന പോയിന്റിലാണ് തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ലോഹഭാഗം കണ്ടെത്തിയെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂളിംഗ് ഫാൻ കണ്ടെത്തിയതിന്റെ അടുത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലോറിയുടെ ജാക്കിയും കിട്ടിയത്. നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത് ലോറിയുടെ എഞ്ചിന്റെ റേഡിയേറ്റർ തണുപ്പിക്കുന്ന ചെറിയ കൂളിംഗ് ഫാനാണ് കണ്ടെത്തിയത്. അതിന് ചുറ്റുമുള്ള വളയവും കിട്ടിയിട്ടുണ്ട്. സൈന്യം മാർക്ക് ചെയ്ത സ്ഥലത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഫാൻ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ ഇപ്പോൾ കഴിയില്ല എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. ഇന്നലെയും ഇത്തരത്തിൽ ലോറിയുടെ അല്ലെങ്കിൽ ട്രക്കിന്റെ സമാനമായ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് അർജുന്റേത് ആണോ എന്നൊരു സ്ഥിരീകരണത്തിൽ ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പിന്നീട് അത് അർജുന്റെ ലോറിയുടേതല്ല എന്നൊരു സ്ഥിരീകരണം ആ വാഹന ഉടമ മനാഫ് തന്നെ നടത്തുകയുണ്ടായി. ഇന്നും അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ലോഹഭാഗങ്ങൾ ഈ തിരച്ചിലിൽ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ ഇത് അർജുന്റെ ലോറിയുടേതാണോ എന്നൊരു സ്ഥിരീകരണം നിലവിൽ ലഭ്യമാവേണ്ടതുണ്ട്. എന്നാൽ ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ, അതായത് ഈ തന്നെ ഡൈവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഈശ്വർ മാൽപേ രംഗത്തെത്തിയൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശിരൂരിലെ ഈ ദൗത്യത്തെ ആളുകളൊക്കെ തന്നെയും നോക്കി കാണുന്നത്. ലക്ഷ്മി.